യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവം തരുന്ന അനുഭവങ്ങൾ നിങ്ങളുമായി ഈ ചാനലിൽ കൂടെ പങ്കിടുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് 1999 അവസാന സമയത്ത് ഞങ്ങൾ ഇന്ത്യ ഗോസ്പൽ മൂവ്മെന്റ് എന്ന പേരുള്ള ആത്മീയ പ്രസ്ഥാനത്തോടുകൂടെ ചേർന്ന് ഇടുക്കി ജില്ലയിലെ കീരിത്തോട് താമസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളന്ന് ടീമിൽ 4 പേരുണ്ടായിരുന്നു. രാവിലെ 7:30 8 ആകുമ്പോൾ ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചിറങ്ങും. ഇടുക്കി ജില്ല ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുവാനായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി പരിചയപ്പെട്ടൊരു സ്ഥലമാണ് കരിമ്പൻ. ആ കരിമ്പനിൽ ഇറങ്ങിയിട്ട് ഒരു വലിയൊരു ഇറക്കമുണ്ട്. ആ ഇറക്കമൊക്കെ ഇറക്കി ചെന്ന് ഒരു ചപ്പാത്ത്, ആ ചപ്പാത്തിൻ്റെ അവിടുന്ന് പിന്നെ ഒരു നല്ലൊരു കയറ്റമാണ്. അവിടുന്ന് പിന്നെ വലത്തോട്ട് തിരിയുമ്പോൾ ഒരു തമ്പി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ ഭവന സന്ദർശനം നടത്തിയ കൂട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഒരു കത്തോലിക്ക സഭ അംഗമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന ആരംഭിച്ചു. അപ്പം ചുറ്റുവട്ടത്തുള്ള പലരും വരും. ആഴ്ചയിൽ ശനിയാഴ്ച വൈകുന്നേരത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുണ്ട്. വീടിനടുത്തുള്ള പലരും കത്തോലിക്ക സഭയാണ് അവരെല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു നല്ല ഒരു അവസരം ദൈവം അങ്ങനെ കരിമ്പനിലൊരുക്കി. ഈ തമ്പി എന്ന് പറയുന്ന ആളുടെ വീടിനടുത്ത് മറ്റൊരു കത്തോലിക്ക ഭവനമുണ്ട്. ഒരു പ്രായമായ അപ്പച്ചനാണ് അവിടെ ഉള്ളതെന്ന് ഈ തമ്പിച്ചൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വചനം പറയുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടി ഈ അപ്പച്ചൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹവും ഒരു കത്തോലിക്ക സഭ അംഗം തന്നെയാണ്, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് അസഭ്യം പറഞ്ഞുകൊണ്ട് വടിയെടുത്ത് വളരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഓടി വരികയാണ്. വളരെ പ്രായമായ മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞിരുന്നു ഞങ്ങളവിടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട് എന്ന് ഈ മനുഷ്യൻ അറിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന് അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ താല്പര്യമില്ലായ്മ അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങളും വഴി മാറി ഞങ്ങളന്ന് പ്രാർത്ഥന നിർത്തി പോരുന്നു. അടുത്ത ആഴ്ചയിൽ വന്നപ്പോഴും ഇങ്ങനെ അപ്പച്ചനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഇങ്ങോട്ട് നോക്കൂ വേണ്ട എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു 3 ആഴ്ചയോളം ഇങ്ങനെ പോയി. ഞങ്ങളെ കാണുന്ന സമയത്തെല്ലാം ഈ അപ്പച്ചൻ ദേഷ്യപ്പെടും. ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് നോക്കാറേ ഇല്ല. 4ാമത്തെ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പച്ചനെ കാണുന്നില്ല. ചുറ്റുവട്ടം നോക്കിയിട്ടും, കാരണം അദ്ദേഹം ദേഷ്യപ്പെടുന്നെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വലിയ സ്നേഹവും ഉണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഇന്ത്യയെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ തമ്പിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ ഈ തമ്പിച്ചേട്ടൻ പറയുകയാണ്, അത് കഴിഞ്ഞ ദിവസം എന്തോ അസുഖമായിട്ട് കിടപ്പാണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു, എന്താ ഇന്നത്തെ വരുമെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് ആ അപ്പച്ചനെ കാണാനൊരു താല്പര്യം മനസ്സിലുണ്ടായി. കാരണം അദ്ദേഹം ദേഷ്യപ്പെട്ടെങ്കിൽ തന്നെയും പ്രായമുള്ള മനുഷ്യനല്ലേ, അങ്ങനെ പോയിന്ന് കാണാനുള്ളൊരു താല്പര്യം ഞങ്ങളുടെ ഉള്ളത്തിലുണ്ടായി. ഒരല്പം ഭയത്തോടാണ് അങ്ങോട്ട് കയറി ചെന്നത്. കാരണം ആരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ, ചാണകം മെഴുകിയ ഒരു വരാന്തയാണ്, ആ വരാന്തയിൽ ആ മനുഷ്യൻ കിടക്കുകയാണ്. ഞങ്ങൾ അപ്പച്ചോന്ന് വിളിച്ചിട്ടും അധികം ശബ്ദമൊന്നുമില്ല, പ്രതികരണമൊന്നുമില്ല. ശ്വാസം വലിക്കുന്നുണ്ട്, ശരീരം നല്ലതായിട്ട് ചൂട് പിടിച്ചിരിക്കുന്നതായിട്ട്, പനിയാണെന്ന് മനസ്സിലായി. ഞാൻ അപ്പച്ച എന്തുകൊണ്ട് പറഞ്ഞു, പനിയാ, വയ്യ എന്ന് പറഞ്ഞു. ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, ആ മനസ്സിലായി, വയ്യ, പതുക്കെ പറയാണ്, ഇപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ലേ. അതെ ആണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അപ്പച്ചന് പറഞ്ഞു, അപ്പച്ച കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ വരുമ്പോൾ എല്ലാം അപ്പച്ചൻ വലിയ ദേഷ്യത്തിലായിരുന്നു. ഇന്ന് കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്, കാണാൻ വേണ്ടിയാണ്. അപ്പച്ചനെയും യേശു കർത്താവ് സ്നേഹിക്കുന്നു കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ തുടർന്നും അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പച്ച നമ്മൾക്ക് കിട്ടുന്നത്, ഒരു മനുഷ്യന് കിട്ടുന്നത് കൂടി വന്നാൽ 120 വർഷമാക്കി അപ്പച്ച. അതുകൊണ്ട് അപ്പച്ചൻ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയേണ്ടത് അത്യാവശ്യം അപ്പച്ച. അപ്പച്ചൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഞങ്ങളെ ഓടിക്കാൻ ശ്രമിച്ചല്ലോ, അസഭയം വിളിച്ച് പറഞ്ഞല്ലോ. തമ്പിച്ചൻ പറഞ്ഞായിരുന്നു അപ്പച്ചൻ മദ്യപിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്ന അപ്പച്ച മദ്യപാനി ദൈവരാജ്യത്തിൽ അവകാശമാക്കത്തില്ല എന്നിങ്ങനെയൊക്കെ ഞാനിങ്ങനെ അദ്ദേഹത്തൊരു സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഒടുവിൽ ഞങ്ങൾ പോകാൻ നേരത്ത്, പക്ഷേ ഞങ്ങൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ,
ഉടനെ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അപ്പച്ചന് കർത്താവിനെ വിശ്വസിക്കണം. യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്. നമ്മളെല്ലാവരും ആദാമിൻ്റെ അനുസരണക്കേടിൽ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു അനുസരണക്കേടിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ട്. യേശുവിൽ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ജീവൻ വ്യാപരിക്കുന്നത്. ആദാമിൽ വ്യാപരിച്ച അനുസരണക്കേട് മാറി നമ്മളിൽ ജീവൻ വരുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് അപ്പച്ചൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, അപ്പച്ചനൊന്ന് ഏറ്റു ചൊല്ലാമോ? ഉടനെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ കർത്താവേ. അത് അപ്പച്ചൻ കേട്ട് പറയാൻ തുടങ്ങി, യേശുവേ കർത്താവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. അപ്പച്ചനും ബലഹീനമായ ആ അതിരങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ യേശുവേ, അങ്ങയുടെ ക്രൂശുമരണം എൻ്റെ രക്ഷയ്ക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പച്ചൻ അതും പറഞ്ഞു. പ്രാർത്ഥിച്ച് ഞങ്ങൾ ആമേൻ പറയുമ്പോൾ അപ്പച്ചൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിൻ്റെ അളവ് വളരെ കൂടിയിരുന്നു. എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ആ മനുഷ്യൻ്റെ ഉള്ളത്തോട് ഇടപെടുകയാണെന്ന് മനസ്സിലായി. തുടർന്ന് വന്ന 3 ആഴ്ചയോളം ഞങ്ങൾക്ക് ഈ തമ്പിച്ചാൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം ടീമിൽ ഒരു സുവിശേഷ യോഗമോ മറ്റോ തിരുവല്ലയിലുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. 4ാമത്തെ ആഴ്ചയിൽ ഈ തമ്പിച്ചാൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചു, എന്തിയാ അപ്പച്ചൻ എന്തിയെ കാണുന്നില്ലല്ലോ? ഉടനെ ഈ തമ്പിച്ചാൻ പറയാ, അതേ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ ഈ അപ്പച്ചൻ മരിച്ചുപോയി. ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ അസഭ്യം പറഞ്ഞുകൊണ്ട് വടിയെടുത്തുകൊണ്ട് ഓടി വന്ന ആ മനുഷ്യൻ ഒടുവിൽ ബലഹീനമായി കിടക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ആ വ്യക്തിയുടെ മേൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. ക്രൂശിലെ കള്ളനോട് കരുണ കാണിച്ച കർത്താവ് ആ പിതാവിൻ്റെ ബലഹീന സമയത്ത് കർത്താവ് കരുണ കാണിച്ചു. യേശുവേ കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ആ പിതാവിൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശവസംസ്കാര ശുശ്രൂഷ അതിപ്പോൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് നീട്ടിവെക്കാൻ കഴിയും. പണം ഉണ്ടെങ്കിൽ അത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് നീട്ടിവെക്കാൻ കഴിയും. പക്ഷെ മരണം ഏത് സമയത്താണെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. അതിനെ നീട്ടിവെക്കുവാൻ ആർക്കും കഴിയത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഈ അപ്പച്ചനെ പോലെ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുമ്പോഴല്ല, ക്രിസ്തുവിൽ ജനിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളായി മാറുന്നത്. പ്രിയ പിതാവ് പള്ളിയിൽ പോയിരുന്നെങ്കിൽ തന്നെയും യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലായിരുന്നു. മദ്യപാനത്തിന് അടിമയായിരുന്നു, പുകവലിക്കുമായിരുന്നു, അസഭ്യം പറയുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനത് അങ്ങനെ വിശ്വസിക്കുക. കാഹളങ്ങൾ ധ്വനിക്കുമ്പോൾ ആ പ്രിയ പിതാവിൻ്റെ ശരീരവും പുനരുത്ഥാനം പ്രാപിച്ചു വരും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുക. കാരണം മരണത്തെ ജയിച്ചവൻ്റെ നാമമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അദ്ദേഹം വിളിച്ചപേക്ഷിച്ചിട്ടാണ് താൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. യേശു കർത്താവ് കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല.